സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നമുക്കറിയാം, അനേകം ചർച്ചുകളിലും ലണ്ട് ആചരിക്കുന്നുണ്ട്. ലണ്ട് എന്ന് പറഞ്ഞ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. നിങ്ങൾ അങ്ങനെ ഉപവാസം എടുക്കുന്നവരാണോ? കരമുയർത്താമോ? ദൈവത്തിന് സ്തോത്രം. അനേകം ആളുകളും ചോദിക്കാറുണ്ട്, ലണ്ട് ആചരിക്കാൻ പാടുണ്ടോ അതോ പാടില്ലയോ എന്ന്. അത് ആചരിക്കണമോ വേണ്ടയോ? നിങ്ങൾ തന്നെ പറയുക. ഒരു പ്രശ്നവുമില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് നിങ്ങൾ പറയുക. ആചരിക്കാൻ കഴിയും എന്ന് പറയുന്നവർ കരമുയർത്താമോ? ആചരിക്കാൻ പാടില്ല എന്ന് പറയുന്നവർ കരമുയർത്താമോ? ബാക്കിയുള്ളവരെല്ലാം ന്യൂട്രലാണോ? ലണ്ടിനെ ഒരു ആചാരമായിട്ട് ആചരിക്കുവാൻ പാടില്ല. യഥാർത്ഥമായ വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി 40 ദിവസം ഉപവസിക്കുക എന്നത് തെറ്റായതായ കാര്യം അല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഉപവാസം എന്താണെന്ന്, യഥാർത്ഥ ഉപവാസം എന്താണെന്ന് ഈ ദിവസം നമുക്ക് നോക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം ഒരു നിമിഷം നമുക്ക് ശ്രദ്ധിക്കാം. ബൈബിളിൻ്റെ മധ്യഭാഗത്തുള്ള പുസ്തകം നിങ്ങൾ ഒരു നിമിഷം തുറന്ന് നോക്കുക. ബൈബിളിൻ്റെ മധ്യഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ചെയ്തോ? നടുഭാഗം തുറന്ന് നോക്കുക. എന്താണ് കിട്ടിയത്? സങ്കീർത്തനം. എത്ര പേർക്ക് യെശയ്യാവിൻ്റെ പുസ്തകം കിട്ടിയിട്ടുണ്ട്? ഓക്കെ. എത്ര പേർക്ക് സങ്കീർത്തനം കിട്ടി? ഓക്കെ. എത്ര പേർക്ക് 118 സങ്കീർത്തനം കിട്ടി? ആർക്കെങ്കിലും 118 സങ്കീർത്തനം കിട്ടിയെങ്കിൽ അത് കറക്റ്റായിട്ട് മധ്യഭാഗത്ത് തുറന്നു എന്നാണ് അർത്ഥം. ബൈബിളിലെ ഏറ്റവും മധ്യഭാഗത്തുള്ളതായ അധ്യായമാണ് 118 സങ്കീർത്തനം. നിങ്ങൾ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് അധ്യായവും നിങ്ങൾക്ക് വേഗത്തിൽ വിരൽ വെച്ചെടുക്കുവാൻ കഴിയും. ശരി, നമുക്ക് നോക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 58 അധ്യായം. യെശയ്യാവ് 58:3 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കുന്നു. ശ്രദ്ധിക്കുക. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതെയിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതെ ഇരിക്കുന്നതെന്ത്? ഞങ്ങൾ ഉപവസിക്കുമ്പോൾ നീ എന്തുകൊണ്ടാണ് നോക്കാത്തത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുമ്പോൾ നീ എന്തുകൊണ്ട് അറിയുന്നില്ല? നീ എന്തുകൊണ്ടാണത് ശ്രദ്ധിക്കാത്തത്? എല്ലാവരും പറയും, ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് മറുപടി കിട്ടുന്നില്ല. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും ജോലിക്കയറ്റം ലഭിക്കുന്നില്ല. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും ഉദരഫലമുണ്ടാകുന്നില്ല. ഞാൻ ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കാത്തത്? എത്ര കാലം ഇങ്ങനെ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതെയിരിക്കും? എന്തുകൊണ്ടാണ് എത്ര കാലം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നത്? ഞാൻ ഒരുപാട് ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു, എങ്കിലും കർത്താവ് എനിക്ക് മറുപടി നൽകുന്നില്ല എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്നവർ കരമുയർത്താമോ? ഒരുപാട് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്, എന്നാൽ ഈ ഒരു വിഷയത്തിന് മാത്രം മറുപടി കിട്ടുന്നില്ല എന്ന് പറയുന്നവർ കരമുയർത്താമോ? നിങ്ങൾ പ്രാർത്ഥിച്ചാലല്ലേ മറുപടി കിട്ടൂ. അതാണ് യഥാർത്ഥ കാര്യം. നിങ്ങൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതല്ലേ? ഞാൻ ഉപവാസമിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുന്നവർ കരമുയർത്താമോ? അതാ പ്രാർത്ഥിക്കുന്നതേ ഇല്ല എന്ന് പറയുന്നു. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പലർക്കും എങ്ങനെ ഉപവസിക്കണമെന്ന് പോലും അറിയുകയില്ല. ഉപവാസ പ്രാർത്ഥനയുടെ ശക്തിയുടെ രഹസ്യമെന്ന ഒരു പുസ്തകം ഞാൻ എഴുതാനിടയായി. കഴിയുന്നവർ അത് വാങ്ങി വായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വളരെ വില കുറഞ്ഞ പുസ്തകമാണ്, 30 രൂപയോ മറ്റോ ഉള്ളൂ. ഉപവസിക്കുമ്പോൾ എത്ര സമയം ഉപവസിക്കണം? എത്ര മണിക്കൂറുകൾ ഉപവസിക്കണം? ഉപവസിക്കുന്ന സമയത്ത് പച്ചവെള്ളം കുടിക്കാൻ കഴിയുമോ? ചായയും കാപ്പിയും കുടിക്കാൻ കഴിയുമോ? കപ്പലണ്ടി തിന്നാൻ കഴിയുമോ? പാല് കുടിച്ച് പഴം തിന്നാൻ കഴിയുമോ? എന്താണ്, പലരും ഉപവസിക്കാറുണ്ട്, എന്നിട്ട് പറയും ഒരു ഗ്ലാസ് പാലും കുറച്ച് കപ്പലണ്ടിയും ഒരു പഴവും തിന്നു, അതുമാത്രമേ ഞാൻ കഴിച്ചുള്ളൂ എന്ന്. അതെന്തൊരു ഉപവാസമാണ്? ചോറ് കഴിക്കുന്നതിനേക്കാൾ അതാണ് ഏറ്റവും നല്ലത്. ഉപവാസം എത്ര സമയം എടുക്കണം? പല ആളുകൾക്കും ഈ ഒരു സംശയമാണ്. ശ്രദ്ധിക്കുക, ഈ വർഷത്തിൽ അല്ലെങ്കിൽ ഈ ദിവസം മുതലെങ്കിലും, ഇന്നുവരെ ഉപവസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നു മുതലെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ശീലമാക്കുക.
എന്തുകൊണ്ടെന്നാൽ ഉപവാസ പ്രാർത്ഥനയിൽ കൂടി ലഭിക്കുന്നതായ ശക്തി വളരെ വലുതാണ്. നാം വാസ്തവത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പിശാച് ഞെട്ടിവിറയ്ക്കാനിടയാകും. അവൻ്റെ കെട്ടുകൾ അഴിഞ്ഞുപോകും, നിന്നിലെ ബന്ധനങ്ങൾ അഴിഞ്ഞുപോകും. യേശുക്രിസ്തു മറുരൂപ മലയിൽ നിന്നും രൂപാന്തരം പ്രാപിച്ച് താഴെയിറങ്ങി വന്നപ്പോൾ 9 ശിഷ്യന്മാർ ചേർന്ന് പിശാച് ബാധിച്ചതായ ഒരു ബാലനെ അതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി പരിശ്രമം ചെയ്യുന്നു. ഹേയ് പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരിശ്രമം ചെയ്തു. എന്നാൽ ആ ബാധ ഒഴിഞ്ഞു പോയില്ല. കർത്താവ് വന്നപ്പോൾ ആ മകന്റെ പിതാവ് വന്ന്, കർത്താവേ, എൻ്റെ മകൻ ഭൂതബാധ ഏറ്റിരിക്കുന്നു, ദയവ് ചെയ്ത് കരുണ കാട്ടണമേ. അപ്പോൾ കർത്താവ് ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ, അശുദ്ധാത്മാവെ അവനെ വിട്ടുപോവുക എന്ന ഒരു വാക്ക് പറഞ്ഞപ്പോൾ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോകുവാനിടയായി. ആ മകനെ തൻ്റെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. വീട്ടിൽ വന്നതിന് ശേഷം ശിഷ്യന്മാർ ചോദിക്കുകയാണ്, കർത്താവേ, നീ ഒറ്റ വാക്കുകൊണ്ട് ഭൂതത്തെ പുറത്താക്കി, നീ ഒറ്റയ്ക്ക് തന്നെ ആ ശുശ്രൂഷ ചെയ്തു, ഞങ്ങൾ 9 പേർ ചേർന്ന് പ്രാർത്ഥിക്കാനിടയായി, ഭൂതത്തെ പുറത്താക്കാൻ ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്തു, എന്നാൽ എന്തുകൊണ്ടാണ് അത് പോകാതിരുന്നത് എന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, വലിയ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വലിയ വിടുതൽ ലഭിക്കുമെന്ന് അറിയാമോ? മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം, മർക്കോസ് അധ്യായം 9, 29-ാമത്തെ വാക്യം വായിക്കുന്നു. വീട്ടിൽ വന്നതിന് ശേഷം ശിഷ്യന്മാർ സ്വകാര്യമായി അവനോട്, ഞങ്ങൾക്കു അതിനെ പുറത്താക്കുവാൻ കഴിയാത്തത് എന്തു എന്ന് ചോദിച്ചു. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്ന് യേശു അവരോട് പറഞ്ഞു. എന്താണ് യേശു പറഞ്ഞത്? മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇത് പ്രാർത്ഥനയിൽ കൂടി അല്ലാതെ. പല പഴയ ലിപികളിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. പ്രാർത്ഥന, അതുപോലെ ഉപവാസ പ്രാർത്ഥന. പ്രാർത്ഥനയിൽ ഒരു ശക്തിയുണ്ട്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് അതിൽ വലിയ ശക്തിയാണ്. പ്രാർത്ഥനയിൽ കൂടി വൻ കാര്യങ്ങൾ നടക്കുവാനിടയാകും. ഉപവാസ പ്രാർത്ഥനയിൽ കൂടി അസാധ്യമായിരിക്കുന്ന കാര്യങ്ങളെ സാധ്യമാക്കിയെടുക്കുവാൻ നമുക്ക് കഴിയുന്നതാണ്. ഇതുവരെ നിങ്ങൾ ഉപവസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നു മുതലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ശീലമാക്കണം. ചിലർക്ക് ചോറ് കഴിക്കാതെ ഇരിക്കുവാൻ കഴിയില്ല. അയ്യോ, ചോറ് അല്പം പോലും കഴിക്കാൻ പാടില്ലേ, വയറിനുള്ളിൽ ഭയങ്കര എരിച്ചിലാണെന്ന് പറയുന്നു, എനിക്ക് വലിയ പരവേശമാണെന്നാണ് പറയുന്നത്. അതുപോട്ടെ, ഒരു 24 മണിക്കൂർ നിങ്ങൾക്ക് ഉപവസിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ 12 മണിക്കൂർ ഉപവസിക്കുക. എന്താണ്? നിങ്ങൾ ആഹാരം കഴിച്ചിട്ട് 12 മണിക്കൂർ വരെ പിന്നെ ആഹാരം കഴിക്കാൻ പാടില്ല. അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഉപവസിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക. 8 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്ക് ആഹാരം കഴിച്ചെങ്കിൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ വരെ ഉപവാസം എടുക്കുക. ഒരു നേരത്തെ ഉപവാസം, ഒരു നേരം ഉപവസിക്കുന്നു, ഒരു നേരം ഉപവാസം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ, ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ, അൾസർ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അസിഡിറ്റിയുടെ പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ റൊട്ടിയുടെ കഷ്ണമോ, അങ്ങനെ ഒരു ചെറിയ പീസ് എന്ന് പറയുമ്പോൾ വലിയ ബ്രെഡൊന്നും വാങ്ങിച്ചുകൊണ്ട് വരരുത്. അതായത് ഒരു ചെറിയ റൊട്ടിയുടെ മുറി, അല്ലെങ്കിൽ ചെറിയൊരു പഴമോ, അല്ലെങ്കിൽ ഒരു മുറി പഴമോ നിങ്ങൾ കഴിക്കുക. നിങ്ങൾ വെള്ളം കുടിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക. എന്നാൽ ചായ കുടിക്കുവാനായിട്ട് പാടില്ല. ചായ കുടിക്കാൻ പാടില്ല. കാപ്പി കുടിക്കരുത്, പാല് കുടിക്കരുത്. അയ്യോ, ഇതൊന്നും ഞങ്ങൾക്ക് പറ്റില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? കർത്താവേ, ഇന്ന് ഉപവാസം ഇരിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ദൈവമേ, നീ വലിയവനാണ്. അയ്യോ, വയറ്റിനകത്ത് വേനെടുക്കുന്നു. ഇനി എത്ര സമയമുണ്ട്? ഇനി 3 മണിക്കൂർ. കർത്താവേ, ഇനി 3 മണിക്കൂറൂടെ ഞാൻ ഒന്നും കഴിക്കാതെ ഇരിക്കണമോ എന്ന് തോന്നുകയാണെങ്കിൽ ചെന്ന് ആഹാരം കഴിച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ ഉപവാസ പ്രാർത്ഥനയാണ് പറഞ്ഞിരുന്നിട്ട് എപ്പോൾ കിട്ടും, ചോറ് കിട്ടുമോ, അത് കിട്ടുമോ, ഇത് കിട്ടുമോ എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് ഉപവാസം അല്ല.
പലരും പറയാറുണ്ട്, ഞങ്ങൾ ഉപവസിക്കുന്നു, എന്നാൽ മറുപടി ലഭിക്കുന്നില്ല. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, നോക്കുക, ഞങ്ങൾ പറഞ്ഞതായ വിഷയങ്ങൾക്കൊന്നും മറുപടി ലഭിക്കുന്നില്ല എന്ന് അനേകം ആളുകൾ പറയുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആഹാരത്തെ മറന്നു പോകേണ്ടതാണ്. ശരീരത്തിന്റെ ഇച്ഛകളെക്കുറിച്ച് മറന്നു പോകണം. ജഡത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ച് ഓർക്കരുത്. നമ്മുടെ ശരീരം പറയും, തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക, ഉറങ്ങുക. ചിലരെ സംബന്ധിച്ച് ഉറങ്ങാൻ പറയുകയാണെങ്കിൽ എത്ര വലിയ സന്തോഷമാണെന്നറിയാമോ? ആഹാരം കഴിക്കൂ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ വേണ്ടി എത്രയോ സന്തോഷമായിരിക്കും, അല്ലേ? മദ്യപിക്കുന്ന ആളുകളോട് ചാരായം കുടിക്കൂ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അവർ പിന്നെ ഒരു നിമിഷം അവിടെ നിൽക്കില്ല, ഓടിപ്പോകും. ഈ ശരീരം ബലഹീനമായ ശരീരമാണ്. എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ധരിക്കും എന്നുള്ളതായ വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഈ ശരീരത്തിൻ്റെ എപ്പോഴുമുള്ള ആഗ്രഹം. ഞാൻ തിന്നില്ല, എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ കഴിക്കില്ല, ഉപവസിക്കും. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന് 21 ദിവസം ആഹാരം കഴിക്കാതെ ഇരിക്കുവാൻ കഴിയും. അതിനുള്ള ശക്തി ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും കുറഞ്ഞത് 24 മണിക്കൂർ നീ വെള്ളം പോലും കുടിക്കാതിരുന്നാലും ഒരു ദോഷവും നിനക്ക് സംഭവിക്കുകയില്ല. എന്നാൽ എന്താണ്? നാം നമ്മുടെ ശരീരത്തെ അടക്കുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മെ തന്നെ നമുക്ക് ജയിക്കുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് പിശാചിനെ ജയിക്കാൻ കഴിയുന്നത്? നമ്മെ തന്നെ നമുക്ക് ജയിക്കാൻ കഴിയാതിരിക്കുമ്പോൾ എങ്ങനെയാണ് പിശാചിനെയും അവൻ്റെ തന്ത്രങ്ങളെയും അവൻ്റെ അശുദ്ധമായ ആത്മാവിനെയും അവൻ്റെ ശക്തിയെയും എങ്ങനെ ജയിക്കാൻ കഴിയും? അതുകൊണ്ട് ഉപവസിക്കുന്നതായ സമയത്ത് നിങ്ങളുടെ മനസ്സ് ദൈവവുമായിട്ട് ഏകാഗ്രമായിരിക്കണം. നമ്മുടെ നാട്ടിൽ ചിലരിങ്ങനെ ഉപവസിക്കാറുണ്ട്. രാത്രി മുഴുവനും കഴിക്കാതെ ഇരിക്കണം, ഉറങ്ങുവാൻ പാടില്ല, എന്നാൽ സിനിമ കാണാം, എന്തു ചെയ്താലും ഒരു കുഴപ്പവുമില്ല. ചിലർ ഉമിനീര് പോലും ഇറക്കാതെ ഉപവസിക്കാറുണ്ട്. അതൊരു ആചാരമാണ്, അതൊരു നിഷ്ഠയാണ്. അതല്ല ഇവിടെ പ്രധാനം. നീ ഉപവസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം, നീ ഉപവസിക്കുന്നതായ സമയത്ത് നീ ജോലി ചെയ്യുകയും പണികൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അത് യഥാർത്ഥമായിട്ടുള്ള ഉപവാസം ആയി മാറുന്നില്ല. നീ മുറിയിൽ കയറി വാതിലടച്ച് രഹസ്യത്തിൽ നിന്നെ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഉപവാസവും പ്രാർത്ഥനയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട കാര്യമാണ്. ഉപവാസമാണ്, എന്നാൽ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അതിന് യാതൊരു മറുപടിയും ലഭിക്കില്ല. ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാനിടയാകും. വർഷങ്ങളായിട്ട് നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതായ വ്യാധികൾ, വർഷങ്ങളായിട്ട് നിന്നെ പിന്തുടരുന്നതായ നിന്റെ ശാപങ്ങൾ, ദോഷങ്ങൾ, അതുപോലെ നിനക്ക് മറികടക്കുവാൻ കഴിയാത്തതായിട്ടുള്ള വിഷയങ്ങൾ, നീ ദാഹത്തോടുകൂടി പ്രാർത്ഥിച്ചുപവസിച്ചാൽ സ്വർഗം ചലിക്കാനിടയാകും. പിശാച് ഞെട്ടിവിറയ്ക്കും. നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ സാധിക്കും. അതല്ലാതെ ഞാൻ ഉപവസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സ് കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് ലാഭമില്ല. നിങ്ങൾ ഉപവസിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം. 40 ദിവസം നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ ഒരാഴ്ചയെങ്കിലും ഉപവസിക്കുവാൻ ശ്രമിക്കണം. ഇല്ല, എനിക്ക് ഒരാഴ്ച ഉപവസിക്കുവാനായിട്ട് കഴിയില്ല, എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ജോലിയുണ്ട്, അതുപോലെ തന്നെ മറ്റു ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ഉപവസിക്കുക, അല്ലെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ഉപവസിക്കുക. പരീശൻ പറയുന്നു, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കും എന്ന്. ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നു, അതുപോലെ തന്നെ ദശാംശം നിനക്ക് നൽകുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഭക്തി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഭക്തിയെ കവിഞ്ഞു വരില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കൊള്ളാവുന്നവരല്ല. അതുകൊണ്ട് ആഴ്ചയിൽ 3 ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾ ഉപവസിക്കേണ്ടതാണ്. ഇപ്പോൾ പുതുതായിട്ട് വാട്ടർ ഫാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതായത് ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസം ഇരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ ഈ കാലത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യമില്ല, കാലാവസ്ഥ വളരെ മോശമാണ്, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട്, ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, ദഹന പ്രശ്നങ്ങളുണ്ട്, BP, അങ്ങനെ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൽ കൂടുതലും ജലാംശമാണ്. അതുകൊണ്ട് വെള്ളം ധാരാളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെല്ലാം മാറാനിടയാകും. നമ്മുടെ ശരീരത്തിലെ അനാവശ്യമായ വസ്തുക്കൾ, മാലിന്യങ്ങളെല്ലാം മാറുവാനിടയാകും, ശുദ്ധീകരിക്കപ്പെടാനിടയാകും. ഡോക്ടേഴ്സ് പറയാറുണ്ട്, ആഴ്ചയിൽ 1 ദിവസം ഉപവസിച്ചാൽ വയറിനുള്ള അസുഖങ്ങൾ വരില്ല എന്ന്. നമ്മൾ ദൈവത്തോട് ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വയറുവേദന വരില്ല, ഒരു രോഗവും വരില്ല, നിന്റെ ജീവിതത്തിൽ ആത്മീയ ബലം പ്രാപിക്കാനിടയാകും. അതുകൊണ്ട് ഇന്ന് തന്നെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണടച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ കർത്താവിനോട് പറയുക, കർത്താവ്, ഇതാണ് എൻ്റെ പ്രശ്നം, ഇതാണ് എൻ്റെ പ്രതികൂലം, എൻ്റെ മക്കൾ മാറണം,
എൻ്റെ കുടുംബം പണിയപ്പെടണം. എനിക്ക് ഉദരഫലം നൽകണം. എൻ്റെ ജീവിതത്തിൽ നല്ല വഴികളെ തുറന്നു തരണം. നിങ്ങൾക്ക് എന്താണ് ആവശ്യം കർത്താവിനോട് ചോദിക്കുക. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് കർത്താവിനോട് ചോദിക്കുക. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് ആവശ്യം ആ കർത്താവിനോട് ചോദിക്കുക. എന്ത് വേണമെന്ന് ചോദിക്കുക. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇതാകുന്നു കർത്താവ് എൻ്റെ പ്രശ്നം, ഇതാകുന്നു എൻ്റെ പ്രതികൂലം, ഇതാകുന്നു എൻ്റെ വിചാരം. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളാണ്, എൻ്റെ ജീവിതത്തിൽ കണ്ണുനീരാണ്, എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് നല്ല വരുമാനമില്ല, എനിക്ക് കടബാധ്യതയാണ്, രോഗബാധയിലായിരിക്കുകയാണ്, അവിവേകം കൊണ്ട് കടബാധ്യതയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നെ സഹായിക്കണമേ. എൻ്റെ കുഴപ്പത്തിൽ നിന്ന് വിടുവിക്കണമേ. പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കണമേ. പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ. നിന്നിൽ ആശ്രയിക്കുകയാണ്, നിന്നോട് നിലവിളിക്കുകയാണ്. നിന്റെ നാമത്തിൽ വിടുതലുണ്ട്. നീ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, അതിൽ വലിയ വിടുതലുണ്ട്. ഞാനത് വിശ്വസിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ സഹായിക്കണം, ഉപവസിക്കുവാനായിട്ട് സഹായിക്കണം. നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് പോരാടി ജയിക്കുവാൻ, പിശാചിനെ ജയിക്കുവാൻ ആവശ്യമായ കൃപ നൽകേണ്ടതിന് വേണ്ടി കർത്താവെ നീ സഹായിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവ് സഹായിക്കും. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ ദർശിക്കണമേ. വായു തുറന്നുകൊണ്ട്, കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, കർത്താവേ, ഇതാകുന്നു എന്റെ പ്രശ്നം, ഇതാകുന്നു എന്റെ പ്രതിസന്ധി, ഇതാകുന്നു കർത്താവേ എൻ്റെ അവസ്ഥ. എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാതിരിക്കുന്നു, ഉപവസിക്കുവാൻ കഴിയാതിരിക്കുന്നു, ബൈബിൾ വായിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പിന്മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പിശാച് പലപ്പോഴും എൻ്റെ മേൽ ജയം നേടുകയാണ്. പിശാച് എന്നെ കീഴടക്കുകയാണ്. ജഡപ്രവൃത്തികളിൽ അകപ്പെട്ടു പോയിരിക്കുന്നു, ലോകമോഹങ്ങളിൽ പെട്ടുപോയിരിക്കുന്നു, പലവിധമായ ഭാരത്താൽ ആയിരിക്കുകയാണ്, കടഭാരത്താൽ അകപ്പെട്ടിരിക്കുന്നു. വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ ഇന്ന് ദുരിതം അനുഭവിക്കുകയാണ്. എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ, എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഉറപ്പുള്ളതായ പാറയിൽ എന്നെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായ മക്കൾക്ക് നിന്റെ വലിയ വിടുതൽ കൊടുക്കുമാറാകണമേ. ആർക്ക് ഏത് രോഗമാണുള്ളത്, ആർക്ക് ഏത് പ്രശ്നമാണുള്ളത്, ഏത് മാതാവിനാണ് മക്കളെക്കുറിച്ചുള്ള ആദിയുള്ളത്, അവരുടെ ജീവിതത്തിൽ വലിയ വിടുതൽ നീ കൊടുക്കുമാറാകണമേ. നീ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്നവനാണല്ലോ. ഞങ്ങൾ ചോദിക്കുന്നതിലും അധികമായി നീ ഞങ്ങൾക്ക് ചെയ്തു നൽകുന്നവനാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ വേണമപ്പാ. ഞങ്ങൾക്ക് രക്ഷ വേണം, ഞങ്ങൾക്ക് സമാധാനം വേണം, ഞങ്ങൾക്ക് സന്തോഷം വേണം. എൻ്റെ മകൻ മാനസാന്തരപ്പെടണം, ഭർത്താവ് മാനസാന്തരപ്പെടണം, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം തിരിച്ചു വരണം. എനിക്ക് പരീക്ഷയിൽ പാസ്സാകണം, എനിക്ക് നല്ല ജ്ഞാനം നൽകണം എന്ന് ആരൊക്കെയാണോ പ്രാർത്ഥിക്കുന്നത് അവരുടെ പ്രാർത്ഥന നീ കേൾക്കണമേ അപ്പാ. പിശാച് കൊണ്ടുവരുന്നതായ സകല തടസ്സങ്ങളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. അടഞ്ഞുകിടക്കുന്ന ഗർഭപാത്രങ്ങളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കുകയാണ്. വരുന്ന വർഷം കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ നീ കൊടുക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.